നമസ്കാരം. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചു തുടങ്ങി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ചെയ്തൊരു വീഡിയോ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. ട്രംപ് ഇടയ്ക്ക് വെച്ച് യുദ്ധം ഇട്ടേച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്നായിരുന്നു ആ വീഡിയോയുടെ കാതൽ. യുദ്ധം ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി നിങ്ങളായി നിങ്ങളുടെ പാട്ടായി എന്ന് പറഞ്ഞ് ട്രംപ് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയേക്കും എന്ന ആ വീഡിയോയുടെ ആധാരം ആരോ എഴുതിയൊരു ഫേസ്ബുക്ക് കുറിപ്പായിരുന്നു. ബൈജുസ്വാമിയുടേതാണെന്ന് ഞാൻ കരുതുന്നു, കൃത്യമായി ഓർമ്മയില്ല. അത് വാസ്തവമാണെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. ഇന്ന് ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്നും തലയൂരാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാണ്. പ്രസിഡന്റ് ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ രാത്രിയിട്ട ഒരു പോസ്റ്റ് അതിൻ്റെ സൂചനയാണ്. ട്രംപ് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ യുദ്ധം ഏതാണ്ട് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ഇനി അധികകാലം നീട്ടിക്കൊണ്ടുപോവേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ലക്ഷ്യം ഏതാണ്ട് സാധിച്ചു. ഇറാന്റെ മിലിറ്ററി കപ്പാസിറ്റിയൊക്കെ ഞങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും തച്ചുടച്ചു. ഇനി ഈ യുദ്ധം നീട്ടേണ്ട കാര്യമില്ല, യുദ്ധം വിജയിച്ചു, അതുകൊണ്ട് പടിപടിയായി ഞങ്ങൾ പിന്മാറുകയാണ് എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു. എങ്ങനെ, എപ്പോൾ എന്നൊന്നും ട്രംപിന് നിശ്ചയമില്ല. എന്ന് മാത്രമല്ല, അമേരിക്കയും ഇസ്രായേലും സംയുക്തമായാണ് യുദ്ധത്തിനിറങ്ങിയത്. ഇസ്രായേൽ അതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ട്രംപ് അതേക്കുറിച്ച് അഭിപ്രായപ്പെട്ടത്, ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ ഇസ്രായേലും സ്വാഭാവികമായും അവസാനിപ്പിക്കുമെന്നാണ് ഞങ്ങളുടെ വിചാരം. അങ്ങനെ ട്രംപ് തലയൂരുന്ന ലക്ഷണമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതേസമയം ട്രംപ് ഗ്രൗണ്ട് ഇൻവേഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായുള്ള തന്ത്രമായാണ് ഇത് പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അമേരിക്ക കരസേന ഇറക്കുന്നതിൻ്റെ സാധ്യതകൾ അന്വേഷിച്ചു തുടങ്ങുന്നു. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇറാനെ പൂർണ്ണമായും കീഴടക്കണമെങ്കിൽ കരസേന ഇറങ്ങിയാൽ മാത്രമേ പറ്റൂ, അവരുടെ മണ്ണിൽ കടന്നു കയറിയാൽ മാത്രമേ പറ്റൂ എന്ന തിരിച്ചറിവിൽ, അല്ലാതെ യുദ്ധം വിജയിക്കില്ല. ഇതാണ് ഒരു നിഗമനം. ഇറാനെ കീഴടക്കണമെങ്കിൽ ഇറാനിൽ ഇപ്പോൾ നടത്തുന്ന വ്യോമാക്രമണം കൊണ്ട് സാധ്യമല്ല. കാരണം അവരുടെ പട്ടാളം എന്ന് പറയുന്നത്, മിലിറ്ററി പോലീസ് എന്ന് പറയുന്നത് മതാധിഷ്ഠിതമാണ്. മതാധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനം ഉള്ളപ്പോൾ അതൊരു ഭീകര പ്രസ്ഥാനം പോലെയാണ്. അവസാനത്തെ ആൾ മരിച്ചു വീഴുന്നത് വരെ അവർ യുദ്ധം തുടരും. അവർ പോരാളികൾ എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്. ഇത് ട്രംപ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാനെ സമ്പൂർണ്ണമായി കീഴടക്കണമെങ്കിൽ ഇറാൻ പിടിച്ചെടുക്കേണ്ട സാഹചര്യം ഉണ്ടെന്നാണ് വിലയിരുത്തൽ. ഇത്തരത്തിലുള്ള നിഗമനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ബ്രിട്ടൻ പൂർണ്ണമായും നിസ്സഹകരിച്ച് മാറി നിന്നത്, നാറ്റോ പിന്തുണ പ്രഖ്യാപിക്കാതിരുന്നത്, അമേരിക്കയുടെ ചാരസംഘടനയുടെ തലവൻ ട്രംപിനോട് വിയോജിച്ച് ഇറങ്ങിപ്പോയത്. എന്നാൽ ട്രംപ് ആവേശത്തോടുകൂടി ഇസ്രായേലിനൊപ്പം യുദ്ധത്തിനിറങ്ങി. യുദ്ധം കൈപൊള്ളുന്ന സാഹചര്യമായി, തലയുരാൻ വഴിയാത്ത സാഹചര്യമുണ്ടായി. ഇപ്പോഴും ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായമാണ്. ഇറാനിലേക്ക് കടന്നു കയറി അവരെ ആക്രമിച്ച് കീഴടക്കുക എന്നത് അത്ര നിസ്സാരമല്ല. ആയിരക്കണക്കിന് അമേരിക്കൻ പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെടും. ഒരുപക്ഷെ കീഴടക്കാൻ കഴിഞ്ഞെന്ന് വരാം. പക്ഷെ ഇപ്പോഴും അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇത്ര ദിവസം, ഏതാണ്ട് 22 ദിവസം തുടർച്ചയായി ആക്രമണം നടത്തിയിട്ടും ഇറാനെ നിർവീര്യമാക്കാൻ കഴിയുന്നില്ല. അവർ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ആക്രമണം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം മുമ്പോട്ട് പോയാൽ വിയറ്റ്നാം യുദ്ധത്തിന്റെ അവസ്ഥയാകും, അല്ലെങ്കിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിന്റെ അവസ്ഥയാവും. അത്തരമൊരു സാഹചര്യം ലോകത്തെ കുഴപ്പത്തിലാക്കും. പ്രത്യേകിച്ച് ഇറാൻ ഹോർമോസ് കടലിടുക്കിൽ നിർണായകമായ ഇടപെടൽ നടത്തി. ഹോർമോസ് കടലിടുക്ക് അടച്ചു. ലോകത്തെ ചരക്ക് നീക്കത്തിന്റെ 20% ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. എണ്ണ നീക്കത്തിന്റെ അതിനേക്കാൾ കൂടുതൽ ശതമാനം അവിടെ വഴിയാണ്. എണ്ണ ഉൽപാദനത്തെ ബാധിച്ചു, പ്രകൃതിവാതക ഉത്പാദനത്തെ ബാധിച്ചു. ലോകം മുഴുവൻ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ബ്രിട്ടനിലെയും അമേരിക്കയിലെയും യൂറോപ്പിലെയും ഒക്കെ എണ്ണവില, ഇന്ധനവില ഉയർന്നു. പ്രകൃതിവാതകം ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. എല്ലാ തരത്തിലും ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ച എണ്ണപ്പാടങ്ങളിലേക്ക് യുദ്ധം പടർന്നു. പല എണ്ണപ്പാടങ്ങളും കത്തിക്കൊണ്ടിരിക്കുന്നു. ഖത്തറും സൗദി അറേബ്യയും UAEയും ബഹ്റൈനും ഒക്കെ പ്രതിസന്ധിയിലായി. ടൂറിസം മാത്രമല്ല, വിമാന സർവീസ് മാത്രമല്ല, അവരുടെ എണ്ണ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. എണ്ണ ഉൽപാദനത്തെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ രാജ്യങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇവർ ഇപ്പോൾ നൽകുന്ന പിന്തുണ അത് സ്ഥിരമായി തുടരണമെന്നില്ല. ഇപ്പോൾ തീർച്ചയായും കഴിഞ്ഞ ദിവസം ഗൾഫ് സഹകരണ കൗൺസിൽ വിളിച്ചു, ഇറാനെതിരെ പ്രസ്താവന ഇറക്കാൻ തീരുമാനിച്ചു. ഒമാൻ വിട്ടുനിന്നു. ഒമാൻ പറഞ്ഞു, ഞങ്ങൾ എതിർക്കാം, ഈ അനധികൃത നിയമവിരുദ്ധ യുദ്ധം നടത്തിയ അമേരിക്കയും ഇസ്രായേലിനെയും അപലപിക്കണമെന്ന് ഒമാൻ പറഞ്ഞു. ഇത്തരത്തിൽ ഭിന്നതകൾ രൂപപ്പെടുന്നു. UAEയിലും മറ്റുമുള്ള സമ്പന്നരായ മനുഷ്യർ അമേരിക്കയ്ക്കെതിരെ തിരിയുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ യുദ്ധം കൈപൊള്ളിയെന്നും ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നും തിരിച്ചറിഞ്ഞ് ട്രംപ് പിന്മാറുകയാണ് എന്നാണ് റിപ്പോർട്ട്.
ട്രംപ് ഏറ്റവും വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയത് ഹോർമോസ് കടലെടുക്കേണ്ട കാര്യം നിങ്ങൾ നോക്കിക്കോളൂ, ഞങ്ങളത് ബാധകമല്ല, ഞങ്ങൾക്കത് ഒരു തരത്തിലും ഗുണമുണ്ടാക്കുന്നത്, ഞങ്ങളത് ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുന്നവർ അത് കൈകാര്യം ചെയ്യൂ എന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചതാണ്. ഇതുവരെയുള്ള ട്രംപിന്റെ നിലപാട് അതായിരുന്നില്ല. ഹോർമോസ് കടലെടുക്ക് ഗതാഗതത്തിന് തുറന്നു കൊടുത്തില്ലെങ്കിൽ അവിടെ തടസ്സമുണ്ടാക്കിയാൽ അമേരിക്ക പാഠം പഠിപ്പിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. അതിനുവേണ്ടി അമേരിക്ക വലിയ സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നു. ഹോർമോസ് കടലെടുക്കിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ അവിടെ നങ്കൂരമിട്ടിട്ടുണ്ട്. എന്നാൽ ട്രംപ് പറയുന്നത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ എണ്ണ വേണ്ട, ഞങ്ങൾ ഇവിടേക്ക് ഒരു സാധനം കൊണ്ടുപോകുന്നില്ല, അതുകൊണ്ട് ആർക്കാണോ ഹോർമോസ് കടലെടുക്ക് വഴി ഉപയോഗമുള്ളത് അവരൊക്കെ ഒരുമിച്ച് അത് സംരക്ഷിച്ചോളൂ എന്ന് ട്രംപ് പറഞ്ഞു. ഇത് ഞെട്ടിച്ചിരിക്കുകയാണ്. വളരെ ആശങ്കയോടുകൂടിയാണ് ലോകം ഇതിനെ കാണുന്നത്. ഹോർമൂസ് കടലിടുക്കിനെ ഉപയോഗിക്കുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇത് പ്രതിസന്ധി സൃഷ്ടിക്കും. ഇത് ട്രംപിന്റെ വിദഗ്ധമായ കൈയൊഴിയലാണ്. മാത്രമല്ല ട്രംപ് നാറ്റോ സഖ്യരാജ്യങ്ങളെ അറഞ്ചാം പുറഞ്ചം ചീത്ത വിളിച്ചിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം, നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ ഞങ്ങളോട് സഹകരിച്ചില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വാസ്തവത്തിൽ നാറ്റോയോട് ചോദിച്ചിട്ടല്ല ട്രംപ് യുദ്ധത്തിനിറങ്ങിയത്. ട്രംപ് പലപ്പോഴും എടുത്തുചാട്ടക്കാരനാണെന്ന് ആളുകൾക്കറിയാം. ആ എടുത്തുചാട്ടത്തിന്റെ ഭാഗമായി ഇസ്രായേലിന്റെ വാക്ക് കേട്ട് എടുത്തുചാടിയതാണ്. ട്രംപിനോട് പലരും പറഞ്ഞതാണ് ഈ പണിക്ക് പോകരുതെന്ന്. പക്ഷെ ട്രംപ് അത് കണക്കിലെടുത്തില്ല. ഇപ്പോഴിതാ വലിയ പ്രതിസന്ധിയായി പോകുന്നു. അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെടുന്നു, ഇസ്രായേലിൽ നാശനഷ്ടമുണ്ടാവുന്നു, UAE-യിലും സൗദി അറേബ്യയിലും ഒക്കെ വലിയ ആക്രമണങ്ങൾ ഉണ്ടാവുന്നു. ഈ ആക്രമണങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. ഇന്നലെയും UAE-ക്ക് നേരെയും സൗദിക്ക് നേരെയും ബഹ്റിന് നേരെയും ഖത്തറിന് നേരെയും ഒക്കെ ആക്രമണം ഉണ്ടായി. അതെല്ലാം ഫലപ്രദമായി തടഞ്ഞു എന്ന് അവകാശപ്പെടുമ്പോഴും വാസ്തവമാണോ എന്നറിയില്ല. ആളുകൾ അവിടെ താമസിക്കുന്നവർ പറയുന്നുണ്ട് വലിയ തോതിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു, അവരുടെയൊക്കെ ജീവിതം ഇങ്ങനെ അങ്ങ് പോകുന്നു എന്നല്ലാതെ അവിടുത്തെ സാധാരണ ജീവിതത്തെ ഗൗരവമായി ബാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ കൃത്യമായ ലക്ഷ്യവും ടാർഗറ്റും ഇട്ടുകൊണ്ട് ഇറാൻ നേതാക്കളെ കൊന്നൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാന്റെ സൈനിക വക്താവിനെ കൊന്നുതള്ളി. അതൊക്കെ അവർ വിജയിക്കുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായും യുദ്ധം വിജയിക്കുന്ന ഒരു സാഹചര്യം, ഇറാനെ നിർവീര്യമാക്കുന്ന ഒരു സാഹചര്യം, ഇറാൻ ഭരണകൂടത്തെ മാറ്റുന്ന ഒരു സാഹചര്യം ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല. യുദ്ധം വിജയിച്ചു എന്ന് മുമ്പ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ജൂണിൽ അമേരിക്കയും ഇസ്രായേലും ഇറാന് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. 12-13 ദിവസം യുദ്ധം നടന്നിരുന്നു. അന്ന് ഇറാൻ ചെറുതായ രീതിയിൽ പ്രതികരിച്ചുള്ളൂ. അന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്നായിരുന്നു അവകാശവാദം. എന്നാൽ അങ്ങനെ ആണവ കേന്ദ്രങ്ങൾ തകർത്തെങ്കിൽ ഇപ്പോഴിങ്ങനെ ഒരു യുദ്ധത്തിന് ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് വാക്കുകൊണ്ട് അവകാശപ്പെടുന്നതല്ലാതെ അടിസ്ഥാനപരമായി ഇറാനെ നിർവീര്യമാക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിഞ്ഞിട്ടില്ല എന്ന് വേണം ഇപ്പോൾ വ്യക്തമാക്കാൻ. ഭരണകൂടത്തെ അട്ടിമറിച്ചിട്ട് മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കൈയൊഴിയുകയാണ്. അത്തരമൊരു ലക്ഷ്യമൊന്നും തങ്ങൾക്കില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. അതേസമയം ഈ യുദ്ധത്തിന്റെ ആദ്യ ദിനം തന്നെ കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖൊമേനിയുടെ മകൻ, ഇപ്പോഴത്തെ പരമോന്നത ലീഡർ, സുപ്രീം ലീഡർ മുജ്തബ ഖൊമേനി, അദ്ദേഹത്തിന്റെ പുതിയ പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. ഇതുവരെ അതിനുശേഷം അദ്ദേഹത്തെ ആരും പുറത്ത് കണ്ടിട്ടില്ല. പരിക്കേറ്റിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ അമേരിക്ക ടാർഗറ്റ് ചെയ്ത് കൊന്നേക്കും എന്നതുകൊണ്ട് സുരക്ഷിതനായി കഴിയുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു ടെലിഗ്രാമിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും ഇറാനിയൻ മാധ്യമങ്ങളും അദ്ദേഹത്തിന് പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. ആ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നു, ശബ്ദരേഖയാണ് വന്നിരിക്കുന്നത്, വീഡിയോ ഇറക്കുന്നില്ല. ശബ്ദരേഖയിൽ അദ്ദേഹം പറയുന്നു ഇറാൻ പൂർണ്ണമായും വിജയിച്ചുകൊണ്ടിരിക്കുന്നു, ഇറാനെ വിഭജിക്കാം, ഭരണകൂടത്തെ അട്ടിമറിക്കാം എന്ന് അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾ ശ്രമിച്ചു. ആ സയനിസ്റ്റ് ശക്തികൾ പരാജയപ്പെട്ട് പിന്മാറുന്നു. നമ്മൾ ബഹുദൂരം മുന്നിലാണ് എന്ന് കൃത്യമായി അവർ പറയുന്നുണ്ട്. ഏതറ്റം വരെ നമ്മൾ തിരിച്ചടി കൊണ്ടുപോകും, ഒരിക്കലും കീഴടങ്ങില്ല, ഒരിക്കലും ചർച്ചയ്ക്കില്ല, ഇത് സയനിസത്തിനെതിരെയുള്ള പോരാട്ടമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അമേരിക്കയുടെ ലക്ഷ്യം അവർക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞില്ല, തലയൂരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഹോർമൂസ് കടലിടുക്കിന്റെ സംരക്ഷണം എന്ന പേരിൽ അവസാന നിമിഷം ബ്രിട്ടനിലെ അമേരിക്കൻ ബേസുകൾ ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. ട്രംപ് പറഞ്ഞത് ടു ലേറ്റ് എന്നാണ്, നിങ്ങളിത് വൈകിപ്പോയി, ഞങ്ങൾക്ക് ഇനി ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല, നേരത്തെ തരേണ്ടതായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിൽ സഖ്യകക്ഷികൾക്ക് പോലും പുനർചിന്തനം നടത്തേണ്ട ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നുണ്ട്. അടിസ്ഥാനപരമായി വലിയൊരു കുഴപ്പത്തിലേക്ക് മിഡിൽ ഈസ്റ്റിനെ കൊണ്ടുവിട്ടിട്ട് ട്രംപ് പിന്മാറുന്ന സാഹചര്യമാണ്. വളരെയധികം ദൂരെയാണ് അമേരിക്ക എന്ന് ഓർക്കണം. അടിസ്ഥാനപരമായി അമേരിക്കയെ ബാധിക്കില്ല. എണ്ണവിലയിൽ ചില വർധനവുണ്ടായി, മാറ്റമുണ്ടായി എന്ന് ഒഴിച്ചാൽ അമേരിക്കയെ ബാധിക്കില്ല. അതിന് പരിഹാരമുണ്ടാക്കാൻ അവർക്ക് വെനസ്വേലയോ ക്യൂബയോ ഒക്കെ പോയി പിടിച്ചെടുത്താൽ മതിയാവും. എന്നാൽ പശ്ചിമേഷ്യയുടെ സ്ഥിതി അങ്ങനെയല്ല. വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പശ്ചിമേഷ്യയെ തള്ളിവിട്ടിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ. യുദ്ധം ഇങ്ങനെ പോയാൽ ഒരിക്കലും തീരില്ല എന്ന് ബോധ്യമായപ്പോൾ തലയൂരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെയാണ് മോദിയുടെ രംഗപ്രവേശം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മോദിയെ ഒരു മധ്യസ്ഥനായി ട്രംപ് തന്നെ ഇറക്കുന്നു എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട്. ഇന്നലെ ബഹ്റൈൻ രാജാവുമായി മോദി ടെലിഫോണിൽ സംസാരിച്ചു. ഈ ദിവസങ്ങളെല്ലാം സൗദി, ഖത്തർ, ഇറാൻ, ഇസ്രായേൽ, ഫ്രഞ്ച്, ബ്രിട്ടൻ ഇവരെല്ലാ നേതാക്കളുമായി മോദി സംസാരിക്കുകയാണ്. അതായത് കൈ ഊരണമെങ്കിൽ, തലയൂരണമെങ്കിൽ ഒരു വഴി അവർക്ക് കണ്ടെത്തിയാൽ മതിയാവും. ഇപ്പോൾ ഇറാനോടും ഇസ്രായേലിനോടും ഒരുപോലെ സംസാരിക്കാൻ കഴിയുന്ന ഏക ഭരണാധികാരി മോദിയാണ്. അതുകൊണ്ട് ട്രംപ് തന്നെ മോദിയെ മധ്യസ്ഥനാക്കിയിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്.
മോദി ഈ ദിവസങ്ങളിലെല്ലാം ഭരണാധികാരികളോട് സംസാരിക്കുന്നുണ്ട്. മോദിയോട് ഇനിഷ്യേറ്റീവ് എടുക്കുമെന്ന് ഈ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും തലയൂരേണ്ട ഗതികേടിലേക്ക് മാറിയതോടെ ട്രംപിനും മോദി ആശ്രയിക്കേണ്ടി വന്നിരിക്കുന്നു. കാരണം സംസാരിക്കാൻ ആരുമില്ലാത്ത സാഹചര്യമുണ്ട്. നേരത്തെ ഒമാനായിരുന്നു മധ്യസ്ഥൻ, ഇപ്പോൾ ഒമാൻ വേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇത്തരം സാഹചര്യത്തിൽ മോദി രംഗത്ത് വരുന്നുണ്ട്. മോദി തന്നെ ചർച്ചകൾ നടത്തി യുദ്ധം അവസാനിപ്പിച്ചേക്കും എന്ന റിപ്പോർട്ടാണ് പലയിടത്തും കേൾക്കുന്നത്.